എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 9-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ഓം ആദിപരാശക്തിയേ നമ. മഹാത്രിപുരസുന്ദരിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 9. മഹീം മൂലാധാരേ കമപി മണിപൂരേ ഹുതവഹം സ്ഥിതം സ്വാധിഷ്ഠാനേ ഹൃദി മരുതമാകാശമുപരി മനോപി ഭ്രൂമധ്യേ സകലമവി ഹിത്വാ കുലപഥം സഹസ്രാരേ പത്മേ സഹരഹസി പത്യാ വിഹരസേ. മഹീം മൂലാധാരേ കമപി മണിപൂരേ ഹുതവഹം സ്ഥിതം സ്വാധിഷ്ഠാനേ ഹൃദി മരുതമാകാശം ഉപരി മനോപി ഭ്രൂമധ്യേ സകലമപി ഭിത്വാ കുളപഥം സഹസ്രാരേ പത്മേ സഹ രഹസി പത്യാ വിഹരസേ. ഇവിടെ ദേവീ തത്വമാണ് ആദ്യത്തെ സൗന്ദര്യലഹരിയുടെ ആദ്യ ഭാഗമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ദേവീ തത്വമാണ് വിശദീകരിക്കുന്നത്. അല്ലയോ സമയമെന്ന ചന്ദ്രകലാശക്തി രൂപിണി, നിന്തിരുവടി ദേവി സർവാധാരഭൂതമായ മൂലാധാര ചക്രത്തിൽ പൃഥ്വീതത്വത്തെ ഉൾക്കൊള്ളുന്നു. മണിപൂര ചക്രത്തിൽ ജലതത്വത്തെ ഉൾക്കൊള്ളുന്നു. സ്വാധിഷ്ഠാന ചക്രത്തിൽ അഗ്നിതത്വത്തെയും അനാഹത ചക്രത്തിൽ വായുതത്വത്തെയും അതിനു മുകളിൽ വിശുദ്ധി ചക്രത്തിൽ ആകാശതത്വത്തെയും ഉൾക്കൊള്ളുന്നു. ഭ്രൂമധ്യത്തിലുള്ള പുരിയക്കൊടികളിലുള്ള ആജ്ഞാചക്രത്തിൽ മനസ്തത്വത്തെയും ഇങ്ങനെ സുഷുമ്നാ മാർഗത്തെ മുഴുവൻ ഭേദിച്ച് സഹസ്രാരപത്മത്തിൽ വിജനത്തിൽ പതിയായ സദാശിവനോടുകൂടി ക്രീഡിക്കുന്നു. അപ്പോൾ ഇവിടെ മൂലാധാര ചക്രത്തിൽ ഭൂമിതത്വത്തെയും മണിപൂര ചക്രത്തിൽ ജലതത്വത്തെയും സ്വാധിഷ്ഠാന ചക്രത്തിൽ അഗ്നിതത്വത്തെയും അനാഹതത്തിൽ ഹൃദയത്തിൽ വായുതത്വത്തെയും അതിനു മുകളിൽ വിശുദ്ധി ചക്രത്തിൽ ആകാശതത്വത്തെയും അങ്ങനെ പഞ്ചഭൂതങ്ങളെയും ഭ്രൂമധ്യത്തിൽ പുരിയക്കൊടിയുടെ മധ്യത്തിൽ ആജ്ഞാചക്രത്തിൽ ഭ്രൂമധ്യത്തിലുള്ള പുരിയക്കൊടിയുടെ മധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിൽ മനസ്തത്വത്തെയും ഉൾക്കൊണ്ട് ഇങ്ങനെ സുഷുമ്നാ മാർഗത്തെ മുഴുവൻ ഭേദിച്ച് സഹസ്രാരപത്മത്തിൽ പതിയായ സദാശിവനോടുകൂടി ക്രീഡിക്കുന്നു. ഈ 6 മാർഗം കൂടിച്ചേർന്ന് ശിവശക്തി ഈ ആറ് മാർഗങ്ങൾ ഒന്നിച്ച് ശിവശക്തിയിൽ കൂടിച്ചേരുമ്പോഴാണ് ആനന്ദലഹരി ഉണ്ടാകുന്നത്. ഇപ്പം കുണ്ടലിനി ശക്തി ഷഡാധാരങ്ങളെയും 25 തത്വങ്ങളെയും കടന്ന് സഹസ്രദള കമലത്തിൽ ചെന്ന് പതിയായ പരമശിവനോടുകൂടി ക്രീഡിക്കുന്ന അവസ്ഥയാണ് ഈ ശ്ലോകം കൊണ്ട് പറയുന്നത്. അപ്പം ദേവീതത്വമാണിവിടെ ആ പരമമായ ആനന്ദലഹരി എന്താണെന്നാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. കുണ്ടലിനി ശക്തി ഷഡാധാരങ്ങളെയും 25 തത്വങ്ങളെയും കടന്ന് സഹസ്രദള കമലത്തിൽ ചെന്ന് പതിയായ പരമശിവനോടുകൂടി ക്രീഡിക്കുന്ന അവസ്ഥയാണ് പരമാനന്ദം, ആനന്ദലഹരി എന്ന് പറയുന്നത്. അത് എന്താ പറയുന്നത്? ദേവി സർവാധാരഭൂതമായ മൂലാധാര ചക്രത്തിൽ പൃഥ്വി തത്വത്തെയും മണിപൂര ചക്രത്തിൽ ജലതത്വത്തെയും സ്വാധിഷ്ഠാന ചക്രത്തിൽ അഗ്നിതത്വത്തെയും അനാഹത ചക്രത്തിൽ വായുതത്വത്തെയും അതിനു മുകളിൽ വിശുദ്ധി ചക്രത്തിൽ ആകാശതത്വത്തെയും ഭ്രൂമധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിൽ മനസ്തത്വത്തെയും ഇങ്ങനെ സുഷുമ്നാ മാർഗത്തെ മുഴുവൻ ഭേദിച്ച് ഓരോ ചക്രങ്ങളും കടന്ന് സഹസ്രാരപത്മത്തിൽ പതിയായ സദാശിവനോടുകൂടി ക്രീഡിക്കുന്നു. അങ്ങനെ ഈ 6 മാർഗം കൂടിച്ചേർന്ന് ശിവശക്തിയിൽ ലയിക്കുമ്പോഴാണ് ആനന്ദലഹരി ഉണ്ടാകുന്നത്. അപ്പം ഇവിടെ ദേവീതത്വം നമ്മളെ എന്താണ് ആനന്ദലഹരി എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പം അങ്ങനെ ഉള്ള ദേവി എന്താ പറയുന്നത്, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സമയത്തെയും കാലത്തെയും ഒക്കെ
നിർവഹിക്കുന്ന ആ ദേവിയെ നമുക്ക് പ്രാർത്ഥിക്കാം, ആ ദേവിയെ നമുക്ക് സ്തുതിക്കാം. അങ്ങനെ ദേവീപ്രസാദം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 9-ാമത്തെ ശ്ലോകം. മഹിം മൂലാധാരേ കമപി മണിപൂരേ ഹുതവഹം സ്ഥിതം സ്വാധിഷ്ഠാനേ ഹൃദി മരുതം ആകാശം ഉപരി മനോവി ഭ്രൂമധ്യേ സകലമപി ഭിത്വാ കുളപഥം സഹസ്രാരേ പത്മേ സഹ രഹസി പത്യാ വിഹരസേ. എല്ലാവർക്കും ത്രിപുരസുന്ദരിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.